പ്രതിഷേധ പ്രകടനം വൈദ്യുത കമ്പനിയുടെ മുന്നിലെത്തി ചേരുമ്പോൾ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ CPM-ന്റെ പ്രമുഖരായ നേതാക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഈ സംസാര സമരങ്ങൾ ശ്രമിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. CPIM ബ്രാഞ്ച് സെക്രട്ടറി അമരാവതിയിൽ സേലം ജയിലിൽ കബീർ ഇവിടെ ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ, ഈ സമരത്തെ കാണുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് നാട്ടുകാരെ സാക്ഷി നിർത്തിക്കൊണ്ട് തീർച്ചയായും പറയാൻ കഴിയും, നാട്ടിൽ പൊതുസമ്മതനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതോടൊപ്പം തന്നെ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ജീവകാരുണ്യ മേഖലയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, പൈസയ്ക്ക് ഒരു തരത്തിലുള്ള ആക്രാന്തവും കാണിക്കാത്ത ദരിദ്ര കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കബീർ, അദ്ദേഹം ഈ കമ്പനി മാനേജറുടെ വീട്ടിൽ AC ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അവർ പൈസയുടെ കാര്യത്തിൽ പ്രശ്നക്കാരാണ്, അതുകൊണ്ട് കൃത്യമായ റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം വേണം ആ AC ഫിറ്റ് ചെയ്യാൻ എന്ന് കബീറിനോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ റേറ്റ് പറഞ്ഞ് AC ഫിറ്റ് ചെയ്യുന്നതിന് 1500 റേറ്റ് പറഞ്ഞ് ആ AC ഫിറ്റ് ചെയ്തു. ആ AC ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡ് കൂടി അതോടൊപ്പം വേണമെന്ന്, ആ സ്റ്റാൻഡിന്റെ വിലയുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ തർക്കത്തിന്റെ പേരിലാണ് ഈ കൊടും ക്രൂരത അദ്ദേഹത്തിന് തലയോട്ടിക്ക് പൊട്ടുപറ്റി ഇന്ന് 3 ദിവസമായി ICUവിലാണ്, MICUവിലായിരുന്നു. ഇന്നലെയാണ് റൂമിലേക്ക് മാറ്റിയത്. ഇനി 5 ദിവസം കൂടി ആശുപത്രിയിൽ കഴിയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട്, ആ സഖാവിനുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന്
ആ പൈസ ആവശ്യപ്പെട്ടു. ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് വരൂ, ഈ കമ്പനിയിലേക്ക് വന്നാൽ പൈസ തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് കബീർ ഈ കമ്പനിയുടെ മുന്നിലേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ മുതലാളിമാരുടെ മക്കൾക്ക് ഹാലിളകി. അവർക്ക് 1200 എന്നുള്ളത് അവർ 700 രൂപയെ കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ കബീർ പറഞ്ഞു, നിങ്ങളൊരു 1000 രൂപ തന്നാൽ മതി സ്റ്റാൻഡിന്. അപ്പൊ 1000 രൂപയും തരില്ല, 700 രൂപയിൽ കൂടുതലായി 1 രൂപയും തരില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങൾ സ്റ്റാൻഡിന്റെ വില എനിക്ക് തരണ്ട, ഫിറ്റിംഗ് ചാർജ് മാത്രം തരിക, ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരായ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ കക്ഷി രാഷ്ട്രീയത്തിലും പെട്ട പൊതുപ്രവർത്തകർ ഈ നാട്ടിലുണ്ട്. അവരെ ആരെങ്കിലും വിളിച്ചാൽ ഒരു 300 രൂപയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അവരുടെ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം എന്ന നിലയ്ക്ക് ആ പാവപ്പെട്ട ഒറ്റയാളായി വന്ന ആ കബീറിനെ ഈ കോൺക്രീറ്റിന്റെ മുന്നിലിട്ട് അടിച്ച് നിലംപരിശാക്കുന്ന സമീപനം സ്വീകരിച്ചു. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ആ സഖാവിനെ അടിച്ചതിന് ശേഷം ഇവന്മാർ വീരവാദം മുഴക്കുകയാണ്. ഈ കമ്പനിക്ക് മുന്നിൽ നിന്ന് വീരവാദം മുഴക്കുകയാണ്. അങ്ങനെ വീരവാദം മുഴക്കുമ്പോൾ ആ സഖാവ് കുടവണ്ടയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് VP ബഷീറിനെ ഫോണിൽ വിളിച്ചു. VP ബഷീർ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ അടിവാട് യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം നീല ഉടുപ്പിട്ട് CITUവിന്റെ ഉടുപ്പിട്ട് അടിവാട് ടൗണിൽ അന്ന് ആ സമയത്ത് ചുമടെടുക്കുകയാണ്. ആ സഖാവിനെ വിളിച്ചപ്പോൾ കബീർ ആയതുകൊണ്ട് ആ സഖാവ് ഒരിക്കലും കരുതിയില്ല ഇവിടെ ഒരു അടി ഉണ്ടായിട്ടാണ് വിളിക്കുന്നത് എന്ന് കരുതിയില്ല. കാരണം കബീർ അത്ര സൈലന്റായി ആളുകളുമായി ഇടപെടുകയും മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുകയും നല്ല മനുഷ്യസേവകയുമായ ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഈ കൂടി നിൽക്കുന്ന ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ VP ബഷീർ എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി അവിടെ നിന്നും ആരോടും പറയാതെ വണ്ടിയെടുത്ത് അടിവാട് നിന്നും ആ